കിട്ടുന്നില്ലല്ലോ. ഇതെവിടെ പോയി കിടക്കുന്നു? അല്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. വീട്ടിൽ ഇരിക്കുന്നവരെ പറ്റി ഒരു ചിന്തയില്ല. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. ഈ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുന്ന കാര്യം ഇവർക്ക് അറിയില്ലേ? കല്യാണത്തിന് ചെല്ലുമ്പോ കണ്ണി കണ്ടവരെല്ലാം ഭർത്താക്കന്മാരെവിടെ ഭർത്താക്കന്മാരെവിടെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? ഒറ്റയ്ക്ക് നിന്ന് സീക്രട്ട് പറയുന്നത് എന്താ? ഓ, ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നമ്മേ. നോ പറഞ്ഞു, ഞാൻ കേട്ടല്ലോ. എന്താ മോളെ, വാട്ട് ദ പ്രോബ്ലം? പ്രോബ്ലം അമ്മയുടെ കൊച്ചുമോൻ തന്നെയാ, എന്റെ ഭർത്താവ് ഗോകുൽ. അവനെന്ത് പറ്റി? അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്നലെ രാത്രി മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവര് 3 പേരും കൂടെ നാളെ രാവിലെ ഇവിടെ എത്തുന്നല്ലേ പറഞ്ഞത്. പിന്നെന്ത് പറ്റി? അതറിയാനാ ഞാൻ ഈ വിളിച്ചോണ്ടിരിക്കുന്നെ. ഫോൺ എടുക്കണ്ടേ? അവരിങ്ങെത്തും. മോൾ ഒന്നുകൂടെ ഒന്ന് വിളിച്ചാ മതി. ടേക്ക് ഇറ്റ് ഈസി. ഹലോ ഹലോ താരെ. എന്താ ഇത് ഗോകുൽ? ഇന്നലെ രാത്രി മുതൽ ഞാൻ വിളിക്കാം. താരെ, ഞങ്ങൾ ആകെ പ്രശ്നത്തിലാ, അതുകൊണ്ടാ വിളിക്കാൻ പറ്റാത്തത്. എന്ത് പ്രശ്നം? ഗോകുൽ, നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നെ? നിനക്ക് എന്ത് പറ്റി? നിങ്ങൾ 3 പേരും നാളെ വരില്ലേ? എനിക്കറിയില്ല. ഞങ്ങളിവിടെ തടവിലാക്കപ്പെട്ടതുപോലെയാ കഴിയുന്നേ. തടവിലാക്കപ്പെട്ട പോലെയോ? എന്തൊക്കെയായി പറയുന്നേ? ശ്രീയേട്ടനും ബാലു എവിടെ? അവർ രണ്ടുപേരും എന്റെ കൂടെ ഇല്ല. അപ്പോ നിങ്ങൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നേ? ആദ്യം ഒന്നിച്ചായിരുന്നു. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ബാലുവിന്റെ വണ്ടിയില് വേറൊരു വണ്ടി വന്നിടിച്ച് പോലീസ് കേസായി. അത് കഴിഞ്ഞപ്പോ മുതല് DK പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങളെ 3 പേരെയും 3 സ്ഥലത്താക്കി. ഇവിടെ ഇപ്പോ ഞാൻ താമസിക്കുന്നിടത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരുമാതിരി തടവിലാക്കപ്പെട്ടതുപോലെയാ ഞാൻ ജീവിക്കുന്നത്. ശ്രീയേട്ടനും ബാലു ഗോകുലിനെ വിളിച്ചില്ലേ? ഇല്ല, അവരുടെ പഴയ നമ്പറിലേക്ക് വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നുമില്ല. അപ്പൊ അവിടുത്തെ ഹോട്ടലിലെ കാര്യങ്ങളോ? അതിനുവേണ്ടി നിങ്ങൾ ഒരുമിച്ച് കാണില്ലേ? താരെ, അങ്ങനൊരു ഹോട്ടലൊന്നും ഉടനെ ഇവിടെ തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റില്ലേ? ഹോട്ടൽ തുടങ്ങാനാണെന്നും പറഞ്ഞല്ലേ DK നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ വിശ്വാസം എനിക്കിപ്പോ ഇല്ല. കാരണം ഹോട്ടൽ തുടങ്ങാനുള്ള നീക്കങ്ങളൊക്കെ ഇപ്പൊ സ്റ്റോപ്പായിരിക്കും. ഇതൊക്കെ DKക്ക് അറിയാം. എന്നിട്ടും ഞങ്ങളോട് ഇപ്പോഴേ തിരിച്ചു വരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാളെ നിങ്ങൾ വരുമെന്ന് നേരത്തെ പറഞ്ഞതോ? അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ വരണ്ടെന്നാണ് DKയുടെ തീരുമാനം. അതെന്താ? നമ്മൾ അറിയാത്ത എന്തോ ഒരു കാര്യം DKയുടെ മനസ്സിലുണ്ട്. അതിനുവേണ്ടിയാ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. DK ഇപ്പൊ നിങ്ങളെ വിളിക്കാറില്ലേ? നേരിട്ട് വിളിക്കാറില്ല. DKയുടെ ഫ്രണ്ട് ഒരു അറബിയാ ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. അയാളെ വിളിച്ച് കാര്യങ്ങൾ പറയും. ശ്രീറാമിനെയും ബാലുവിനെ മാറ്റിയതും അയാൾ തന്നെ. നിങ്ങളും DKയോടൊന്ന് സംസാരിക്കണം. എന്തായാലും ഞങ്ങൾക്ക് ഉടനെ തിരിച്ചു വരണം. ഇനി ഇവിടെ നിന്നാ സത്യത്തിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും താരെ. പ്ലീസ് താരെ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഹലോ ഗോകുൽ, ഗോകുൽ, ഹലോ. മായച്ചി, മായച്ചി, ചിത്രേ, ഇവരിതെവിടെ പോയി കിടക്കുവോ? ഇവിടെ മായച്ചി, എന്താടി? എന്തു പറ്റി? കരയാതെ കാര്യം പറ താരേച്ചി. DK നമ്മളെ ചതിച്ചു. നമ്മുടെ ഭർത്താക്കന്മാരെ
ഡി കെ മനഃപൂർവ്വം നമ്മളെ അകറ്റിയതാ. ഡി കെ പറഞ്ഞതുപോലെ ദുബായിൽ ഹോട്ടലൊന്നും ഉടനെ തുടങ്ങാൻ പറ്റില്ല. ശ്രീയേട്ടനും ഗോകുലും ബാലും നാളെ കല്യാണത്തിന് വരത്തില്ല. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഇപ്പൊ ഗോകുൽ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പൊ 2 ദിവസമായിട്ട് ശ്രീയേട്ടനെ ഫോണിൽ കിട്ടാത്തത് വെറുതെ അല്ല. ബാലുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു മായേച്ചി. രണ്ട് ദിവസമായിട്ട് ശ്രീയേട്ടനെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തോ ഹൈഡ് ചെയ്ത് പറയുന്നു എനിക്ക് തോന്നിയിരുന്നു. ഹോട്ടൽ പ്രോജക്റ്റ് ഉടനെ നടത്തിയില്ലെങ്കിൽ പിന്നെ ടീക്ക് എന്തിനാ അവർ ദുബൈയിലേക്ക് വിട്ടത്? മായേച്ചി, എത്രയും പെട്ടെന്ന് അവരെല്ലാം നാട്ടിലെത്തിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മളിൽ നിന്ന് അകറ്റിയിട്ട് ഡി കെ സന്തോഷത്തോടെ ഈ കല്യാണം നടത്തില്ല. നീ വാ. മൈ ലിറ്റിൽ കണ്ണ, ഈ ഡേ ഒന്ന് കടന്നു കിട്ടിയാൽ എല്ലാം ശരിയാകും. ഈ മാര്യേജ് കൊണ്ട് അമരാവതി വിടേണ്ട സങ്കടങ്ങളെല്ലാം മാറിക്കിട്ടണം. വീണുടഞ്ഞുപോയ സന്തോഷങ്ങളെല്ലാം തിരിച്ചു വരണം. കണ്ണ, കൃഷ്ണ, ഗുരുവായൂരപ്പ. എന്താ, എന്തു പറ്റി? നിങ്ങളെന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്താ? ഡി കെയുടെ കല്യാണത്തിന് ഞങ്ങൾ വരുന്നില്ല. ഡി കെ തനിയെ പോയി കല്യാണം കഴിക്കുകയോ കൊണ്ടുവരികയോ താമസിപ്പിക്കുകയോ ചെയ്യട്ടെ. ഇനി ഒന്നിനും ഞങ്ങളില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഡി കെ ഞങ്ങളെ ചതിച്ചു. അതുകൊണ്ടാ ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യം ഞങ്ങളുടെ ഭർത്താക്കന്മാര് തിരികെ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം വിവാഹത്തിന് വരണോ വേണ്ടയോന്ന്. നിങ്ങൾ പറയുന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഡി കെ നിങ്ങളെ എങ്ങനെ ചതിച്ചു പറയുന്നേ? മായിച്ചു തന്നെ പറഞ്ഞു കൊടുക്ക. അമ്മേ, ദുബായിൽ ഹോട്ടൽ നടത്താനല്ല അമ്മയുടെ മകൻ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ദുബായിലേക്ക് പറഞ്ഞു വിട്ടത്. അതെ, അതാ സത്യം. അമ്മ തന്നെ പറ, ഡി കെ എന്തിനാ ഞങ്ങളോട് ഈ ചതി ചെയ്തേ? എന്റെ കണ്ണ, ഞാൻ എന്തൊക്കെയാ കേക്കണേ? എല്ലാ വീടുകളിലും സാധാരണ അമ്മായിയമ്മമാരെ പ്രശ്നക്കാരും. പക്ഷെ ഇവിടെ ഞങ്ങളുടെ സ്വകാര്യതയും സന്തോഷവും നശിപ്പിക്കുന്നത് ഞങ്ങളുടെ അമ്മായിയച്ഛന്റെ സ്ഥാനത്തുള്ള ഡി കെയാ. ഹോട്ടല് നടത്താനാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ദുബായിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ തടവിലായതുപോലെയാ അവര് 3 പേരും അവിടെ കഴിയുന്നത്. അവര് വരാതെ ഞങ്ങൾ മാത്രമായിട്ട് ഡി കെയുടെ കല്യാണത്തിന് വരില്ല. ഭർത്താക്കന്മാരെ കുറിച്ച് നാട്ടുകാർ ചോദിക്കുമ്പോ ഞങ്ങൾ എന്ത് സമാധാനം പറയും? നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം എന്റെ മോൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്? ഒറ്റയ്ക്ക് ജീവിച്ച് മറ്റുള്ളവരുടെ സന്തോഷം കാണാനുള്ള കഴിവില്ലാതായോ ഡി കെക്ക്? ഈ വീടിന് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ സഹിച്ചു, ക്ഷമിച്ചു. പക്ഷെ ഇത് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒരാളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നത് എന്തിനാ? ഇവരെന്റെ അനിയത്തിമാരാ. അന്യ വീടുകളിൽ നിന്ന് വന്നു കയറിയവരാ ഞങ്ങള്. പക്ഷേ ഈ വീട്ടിൽ വന്നു കയറിയത് മുതൽ ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഇവർക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് ഡി കെ സമ്മതിച്ചിട്ടുണ്ടോ? മോളെ, അവനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെന്ന് വെച്ചാ അവന് ജീവനാ. സ്വന്തം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെച്ച് അവൻ മക്കളെ പോലെ കരുതി വളർത്തിയ മക്കളാ ശ്രീരാമും ഗോകുലും ബാലു. അവർക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം എന്റെ മോൻ ചെയ്യുവോ? അമ്മയുടെ വിശ്വാസം തെറ്റാണമ്മേ. അമ്മയുടെ മകന് സ്വന്തം ജീവിതത്തോട് പോലും സ്നേഹമില്ല. മറ്റുള്ളവർക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങളെല്ലാം സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ല ഞങ്ങള്. അമ്മയ്ക്കറിയോ,
ദുബായില് ശ്രീറാമും ഗോകുലും ബാലുവും ഒരുമിച്ചല്ല താമസം. അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ട് തന്നെ നാളുകളായി. ഹോട്ടൽ പ്രോജക്റ്റ് ഉടനെ എങ്ങും തുടങ്ങാനും പോകുന്നില്ല. പിന്നെ എന്തിനാ അവരെ ഡിക്ക് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത്? എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഈ വിവാഹത്തിൽ പങ്കെടുക്കരുതെന്ന് ഡിക്ക് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്ന് തന്നെയാ. ദൈവദോഷം പറയല്ലേ മക്കളെ. ഈ അമരാവതി വീടിന്റെ വെളിച്ചവാ എന്റെ കുഞ്ഞുങ്ങള്. അവരെ കല്യാണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എന്റെ മോൻ മനഃപൂർവ്വം വിചാരിക്കുവോ? വിചാരിക്കും. പലപ്പോഴും ഡിക്ക് എതിർത്ത് സംസാരിച്ചിരുന്നത് ഗോകുലല്ലേ. അതില് ശ്രീയേട്ടനും ബാലുവും ഗോകുലിനെ സപ്പോർട്ട് ചെയ്തില്ലേ? അതിന്റെ ദേഷ്യം തീർക്കാൻ ചെയ്തതാവും. അമ്മേ, ഡിക്കയുടെ വിവാഹം ഈ വീട്ടിലെ എല്ലാവരുടെ ആഗ്രഹം തന്നെയാ. പക്ഷേ ഞങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം സന്തോഷകരമായി ആ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം ഡിക്ക് ഞങ്ങൾക്ക് നിഷേധിച്ചാൽ പിന്നെ ഞങ്ങൾ മാത്രം അതിൽ പങ്കെടുക്കുന്നതിൽ എന്താ അർത്ഥം അമ്മേ? എന്റെ ഗോകുൽ എത്ര സങ്കടത്തോടെയാ വിളിച്ചതെന്ന് അമ്മയ്ക്ക് അറിയോ? എന്റെ കാര്യം അമ്മ ഒന്ന് ഓർത്തു നോക്കി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഒരു ഹണിമൂൺ ടൂർ പോകാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കും ആഗ്രഹങ്ങളില്ലേ അമ്മേ? ഭർത്താവിന്റെ കൂടെ നടക്കാനും യാത്ര ചെയ്യാനും ബന്ധുവീടുകളിൽ പോകാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാ ഞങ്ങളും. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ് മക്കളെ. പക്ഷേ അത് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല. അവർക്ക് ഡിക്ക് പറയുന്നത് മാത്രമാണ് വേദവാക്യം. ഞങ്ങൾക്കതില് ഒരു എതിർപ്പുമില്ല. പക്ഷേ ഡിക്ക് ഇപ്പൊ ഞങ്ങളോട് ചെയ്യുന്നത് ക്രൂരതയാണ്. ഡിക്കയുടെ കല്യാണം കൂടാൻ അവരെത്രമാത്രം ആഗ്രഹിച്ചതാ. എന്നിട്ട് അവരില്ലാതെ ഞങ്ങൾ മാത്രം അതിൽ കൂടണോ? അവരുടെ സങ്കടം കാണാൻ ഞങ്ങൾക്ക് വയ്യമ്മേ. അതുകൊണ്ട് അവരില്ലാതെ ഞങ്ങൾ ഈ കല്യാണത്തിനില്ല. നാളെ ഞങ്ങൾ ഈ കല്യാണത്തിന് ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. വടി. മോളെ, നീ ഈ വീടിന്റെ മൂത്ത മരുമകളാ. അവര് കുട്ടികൾ എന്തും പറയും. പക്ഷെ നീ അങ്ങനെയല്ല. അവരെ പറഞ്ഞ് തിരുത്തണം. ഇല്ലമ്മേ, ഇക്കാര്യത്തില് ഞാനും അവരോടൊപ്പം തന്നെയാ. ആദ്യം ശ്രീരാമും ഗോകുലും ബാലുവും തിരിച്ചെത്തട്ടെ. എന്നിട്ട് ആലോചിക്കാം ഡിക്കയുടെ കല്യാണം കൂടണോ വേണ്ടയോന്ന്. കണ്ണ, എല്ലാ സന്തോഷവും ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞല്ലോ നീ. ഇത്രയ്ക്ക് പാപിയാണോ ഞാൻ? എത്ര നാളുകൂടി കാത്തിരുന്ന സന്തോഷമാ. ഇനി ഞാൻ എന്ത് ചെയ്യും കണ്ണ? ഈ വീടിന്റെ വെളിച്ചമല്ലേ എന്റെ മരുമക്കൾ. അവര് നാളെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നീ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇതൊന്നും നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്റെ മരുമക്കളാ. അവര് വന്നില്ലെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങൾ തന്നെ ഇല്ലാതാകും. എന്റെ കുട്ടികൾ അവര് വരാതെ കല്യാണം നടക്കുന്നത് ശരിയല്ല. നീ തന്നെ എല്ലാത്തിനും വഴി കണ്ടെത്തി തരണം കൃഷ്ണ. ഗുരുവായൂരപ്പ. സാർ,
എന്താടോ? സാറിനൊരു കൊറിയർ വന്നിട്ടുണ്ട്. അവിടെ വെച്ചേക്ക്. അർജുൻ, സാർ, എന്താണോ ഇത്? ആരാ ഇത് കൊണ്ടുവന്നത്? അറിയില്ല സാർ. കൊറിയർ സർവീസിൽ നിന്നാ പറഞ്ഞത്. എവിടെ? വിളിക്കയാളെ. അയാൾ പോയി സാർ. ഇതെടുത്ത് പുറത്തെവിടെയും കൊണ്ട് കളയണോ? ശരി സാർ. ഡോ, അത് ഈ പരിസരത്ത് ഒരിടത്ത് വിടരുത്. വല്ല പൊന്തക്കാട്ടിലോ പുഴയിലോ വലിച്ചെറിഞ്ഞേക്കണം. ശരി സാർ. ഹലോ. എന്താ ഡീക്കെ, ആ റീത്ത് കണ്ട് വല്ലാതങ്ങ് ഭയന്നു പോയോ? ആരാ നീ? മറന്നുപോയോ എന്നെ? അത് ഇത്ര വേഗം? നിനക്കൊരു പൂച്ചെണ്ട് കൊടുത്ത് അയച്ചിരുന്നു ഞാൻ. ഇത് വൈജയന്തി മേഡം തന്നയച്ചത്. മേഡം നാട്ടിലെത്തിയിട്ടുണ്ട്. വൈകാതെ നേരി കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ ഇപ്പൊ ഓർമ്മ കിട്ടിയോ? വൈജയന്തി. ഇപ്പൊ നീ ഒന്ന് ഞെട്ടി. എന്നാ പിന്നെ കുറച്ചും കൂടി ഞെട്ടാൻ തയ്യാറായിക്കോ നീ. നിനക്കുള്ളൊരു സമ്മാനം നിന്റെ വീട്ടിൽ നിന്നെ കാത്തിരിപ്പുണ്ട്. താമസിയാതെ നേരിൽ കാണാം. ഗുഡ് ബൈ. ഹലോ ഹലോ ഹലോ. ഹലോ. എന്താ അമ്മേ? ശരി. മോളെ, നിന്നോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അമ്മ പറയാം, നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും ദോഷം വരുത്തുന്ന ഒന്നും
എന്റെ മോൻ ചെയ്യില്ല. ഞങ്ങളെ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കാത്തത് ദോഷമല്ലെങ്കിൽ പിന്നെ എന്താണമ്മേ? DKയുടെ ഭാര്യ മരിച്ചുപോയത് ഞങ്ങളുടെ തെറ്റുകൊണ്ടാണോ? എന്നിട്ടും മരിച്ചുപോയ അവർക്ക് വേണ്ടി DK ജീവിക്കുന്നില്ലേ? സുപ്രിയ ആന്റിക്ക് വേണ്ടി എല്ലാ ദിവസവും ഞങ്ങളെ കൊണ്ട് മധുരം ഉണ്ടാക്കി അവരുടെ ഫോട്ടോയ്ക്ക് മുന്നേ വയ്പ്പിക്കുന്നില്ലേ? നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ എങ്ങനെ കഴിയുന്നു? അങ്ങനെ പറയല്ലേ മക്കളെ. നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തന്നെയാ അവന്റെ ആഗ്രഹം. നിങ്ങൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. സത്യം എന്താണെന്ന് അവനല്ലേ അറിയൂ. അവൻ വരട്ടെ. അവനോട് അമ്മ തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഇനി DKയോട് സംസാരിക്കണ്ട. ഞങ്ങൾ തന്നെ സംസാരിച്ചോളാം. ഇത്രയും കാലം DK പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ചത് DKയോടുള്ള പേടികൊണ്ടല്ല, ബഹുമാനവും ആദരവും കൊണ്ടാ. സ്നേഹവും ബഹുമാനവും ഒക്കെ ഒരു കൊടുക്കൽ വാങ്ങലാമേ. മരുമക്കളാണെന്ന് കരുതി ഞങ്ങള് DKയുടെ അടിമകളൊന്നുമല്ല. അവരെ 3 പേരെ എന്തിനാ DK 3 ഇടങ്ങളിലേക്ക് മാറ്റിയത്? കല്യാണമായിട്ടും അവരെ തിരിച്ചു വരാൻ സമ്മതിക്കുന്നില്ല. അതിന്റെ കാരണം ഞങ്ങൾക്കറിയണ്ട. മക്കളെ, ശ്രീരാമും ഗോകുലും ബാലും DK വളർത്തിയ മക്കളാ. അവർക്ക് വേണ്ടി നിങ്ങളൊക്കെ വിവാഹം കഴിപ്പിച്ചു തന്നത് DK തന്നെയല്ലേ? DK അസാധാരണമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണം ഉണ്ടാവും. ആ കാരണം എന്താണെന്ന് ഞങ്ങളും കൂടി അറിയട്ടെ. അത് ഞങ്ങൾക്കും കൂടി വിശ്വാസയോഗ്യം ആവട്ടെ. എന്നാലേ DK പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കൂ.